الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون الله أكبر الله أكبر الله أكبر വളരെയേറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു മാസക്കാലത്തെ പരിശുദ്ധമായ റമദാനിന്റെ നോമ്പുകൾക്കും ഇബാദത്തുകൾക്കും എല്ലാം ശേഷം സന്തോഷത്തിന്റെ വിജയത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്ർ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലത്തെ നോമ്പിലൂടെ നമുക്കെല്ലാം നൽകിയിട്ടുള്ള, അല്ലാഹുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ, അതെല്ലാം ജീവിതത്തിൽ പവിത്രതയോടെ മരണം വരെ നിലനിർത്തുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സന്തോഷത്തോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിന്റെ സമ്മാനം വാങ്ങാൻ വേണ്ടിയാണ്. ഭൂമിയിൽ നമ്മൾ ഇതിനെ ഈദുൽ ഫിത്ർ എന്ന് പേര് വെക്കുമ്പോൾ ആകാശ ലോകത്തുള്ള മാലാഖമാർ ഈ ദിവസത്തിന് വെച്ചിരിക്കുന്നത് യൗമുൽ ജായിസ എന്നാണ്. അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന ദിവസം എന്നാണ്. ഇന്ന് നമ്മൾ ഒരു വഴിയിലൂടെ ഇവിടേക്ക് പള്ളിയിലേക്ക് വന്നെങ്കിൽ മറ്റൊരു വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ നിർദ്ദേശിക്കുന്നത്, നമ്മൾ വരുന്ന വഴിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ കാത്തു നിൽക്കുകയാണ്, സമ്മാനം തരുവാൻ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും അള്ളാഹുവിന്റെ മാലാഖമാർ കാത്തു നിൽക്കുകയാണ് നമുക്ക് സമ്മാനം തരാൻ. അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കാരുണ്യവാനായ റബ്ബ് പറയുന്നത്, ഇന്നി ഉശ്ഹിദുക്കും, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ എന്റെ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഞാൻ എന്റെ അടിമകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്റെ തൃപ്തിയും എന്റെ മഗ്ഫിറത്തുമാണെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുന്ന ദിവസമാണ്. ആ രണ്ട് സമ്മാനവും അല്ലാഹുവിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്ന ഏറ്റവും സന്തോഷത്തിന്റെ വേളയാണ് ഈ പെരുന്നാൾ ദിവസം. അല്ലാഹു അങ്ങനെ ആക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ബഹുമാനങ്ങളെ, നമ്മളെ ഇന്നത്തെ ദിവസം ഒരു പ്രതിജ്ഞയുടെ ദിവസമാണ്. എന്താണ് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു തആല നമ്മുടെ മേൽ നോമ്പാക്കിയതിന് അല്ലാഹു തആല ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ആ തഖ്വ എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ മുറുകെ പിടിക്കുമെന്ന പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ഇന്നത്തെ പെരുന്നാൾ ദിവസം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, ഒരു മാസക്കാലം നമ്മളുടെ ചിട്ട എങ്ങനെയായിരുന്നു, നമ്മളെ ഡിസിപ്ലിൻ എങ്ങനെയായിരുന്നു? എല്ലാം അള്ളാഹു പറഞ്ഞത് പ്രകാരം കൃത്യമായി സുബഹിക്ക് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചു നിർത്തി. മഗ്രിബ് വരെ നമ്മൾ അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചു. മറ്റു ശരീരത്തിന്റെ വികാരങ്ങളെല്ലാം വിടപറഞ്ഞു. അനുവദനീയമായ കാര്യങ്ങൾ പോലും നമ്മൾ റമളാനിൽ ഉപേക്ഷിക്കുകയുണ്ടായി. രാത്രി കാലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഖുർആൻ ഓതി. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു മാസക്കാലം ഏകദേശം നമ്മൾ നിലനിന്നു. ഇതാണ് തഖ്വ. ഇതിനു വേണ്ടിയുള്ള ഒരു പരിശീലന കളരിയായിരുന്നു റമളാൻ ഒരു മാസം. ആ പരിശീലനത്തിലൂടെ നേടിയെടുത്ത വലിയൊരു നമ്മളുടെ കഴിവ് അഥവാ അള്ളാഹുവിന് പരിപൂർണമായ അടിമത്വം കൊടുക്കുക, അള്ളാഹുവിന് മാത്രം നമ്മളുടെ സമ്പൂർണമായ അടിമത്വം പ്രഖ്യാപിക്കുക. അള്ളാഹു അല്ലാത്ത ഒന്നിനോടും നമുക്ക് ഒരു നിലയിലുള്ള വിധേയത്വമില്ല, ഒരു നിലയിലുള്ള കടപ്പാടില്ല. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോ പറയേണ്ടതിനോടൊക്കെ നമുക്ക് നോ പറയാനുള്ള ഒരു പരിശീലനമാണ്. എന്നാലും ആലോചിച്ചു നോക്കി, നമ്മൾ വിശുദ്ധമായ റമളാനിന്റെ ഓരോ പകലുകളും നോമ്പെടുത്തപ്പോൾ നമുക്ക് ആവശ്യമായ പല കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു, നമുക്ക് അനിവാര്യമായ പല കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിന് വേണ്ടി നമ്മൾ അതിനോടൊക്കെ നോ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ട് റമളാനിന്റെ പകലുകളിൽ, പക്ഷേ അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ അതിനോട് നോ പറഞ്ഞു. വെള്ളം കുടിക്കാൻ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകാം ദാഹം കൊണ്ട്, പക്ഷേ അള്ളാഹുവിന് വേണ്ടി നമ്മൾ അതിനോട് നോ പറഞ്ഞു. ശരീരത്തിന്റെ മറ്റു വികാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം, അവിടെ എല്ലാം അള്ളാഹുവിന് വേണ്ടി നമ്മൾ നോ പറഞ്ഞു. ഇത് റമളാനിൽ മാത്രമല്ല, അള്ളാഹു അനുവദിക്കാത്ത ഏതൊരു കാര്യത്തിനോട് നോ പറയാൻ ഞാനില്ല അതിലേക്ക്. അത് തിന്മകളാകട്ടെ നോ പറയണം, അനീതിയാകട്ടെ നോ പറയണം, അസമത്വമാകട്ടെ നോ പറയണം, അസാംസ്കാരിക പ്രവർത്തനങ്ങളാകട്ടെ അതിനോടൊക്കെ നോ പറയാൻ വിശ്വാസിയെ പ്രാപ്തമാക്കിയ ഒരു മാസമാണ് വിശുദ്ധമായ റമളാൻ. ആ റമളാനിന്റെ ആ പവിത്രതയും ആ തഖ്വയും ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. അല്ലാതെ റമളാനിന്റെ അവസാനത്തോടുകൂടി നമ്മൾ നേടിയെടുത്ത എല്ലാ തഖ്വയും എല്ലാ സൂക്ഷ്മതയും എല്ലാ നന്മയും ഈ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഒരു വിശ്വാസി അവസാനിച്ചാൽ അവൻ ആരാധിച്ചത് റമളാനിനെ ആയിപ്പോകും, അവൻ ആരാധിച്ചത് അള്ളാഹുവിനെ അല്ലാതെ ആയിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തെ നോമ്പെടുത്തുകൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നമ്മൾ സ്വന്തമായിട്ട് വിശപ്പറിഞ്ഞു, നമ്മൾ സ്വന്തമായിട്ട് പട്ടിണി അറിഞ്ഞു. വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും കഥയിലൂടെ വായിച്ചെടുക്കേണ്ടതല്ല, അത് സ്വന്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കതിനുള്ള അവസരം കിട്ടി. അപ്പോൾ പാവപ്പെട്ടവന്റെ പട്ടിണി നമ്മൾ അറിഞ്ഞു, ദരിദ്രന്റെ ദാരിദ്ര്യം അറിഞ്ഞു, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്നവന്റെ വേദന എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ അവന്റെ വേദനയിൽ പങ്കാളിയാകാൻ പാവപ്പെട്ടവന് പങ്കുവെക്കാനുള്ള പരിശീലനമായി റമളാൻ. അതുകൊണ്ട് തന്നെ റമളാനിന്റെ സമ്പൂർണത പരിശുദ്ധമായി ഇസ്ലാം നിശ്ചയിച്ചത് ഫിത്ർ സക്കാത്തിലൂടെയാണ്. നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വത്തിൽ നിന്ന് പാവപ്പെട്ടവർ അവകാശപ്പെട്ട നിങ്ങളുടെ ശരീരത്തിന്റെ സക്കാത്താകുന്ന ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ എന്തിന്റെ പേരില? ആ റമളാനിലൂടെ നമുക്ക് പാവപ്പെട്ടവന്റെ വേദനയും ദരിദ്രന്റെ ദാരിദ്ര്യവും കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനെ നമ്മൾ ജീവിതത്തിൽ പകർത്തി. അതാണ് ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ,
നമ്മളൊക്കെയും മനസ്സിൽ വലിയ സംതൃപ്തരാണ്. എന്തുകൊണ്ട്? അൽഹംദുലില്ലാ, ഒരു മാസം നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞു, തറാവീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞു, ഖുർആൻ ഓതാൻ കഴിഞ്ഞു, ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് നന്മകൾ അൽഹംദുലില്ലാ ഈ ഒരു മാസക്കാലം നമ്മൾ ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ ആശങ്കയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പടച്ചവനെ, ഞാൻ ഈ ചെയ്തതൊക്കെ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഖാലിഖായ റബ്ബ്, എന്റെ ഉടമസ്ഥനായ അല്ലാഹ് അടിമയായ എന്നിൽ നിന്ന് ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണിന്ന്. അല്ലാതെ ഒരു മാസം ഞാൻ നന്മകളൊക്കെ ചെയ്തു, ഒരുപാട് പുണ്യങ്ങൾ നാം വാരിക്കൂട്ടി, ഇനി എനിക്ക് വിജയിച്ചു, ഇനി എനിക്ക് പ്രശ്നമില്ല, എന്റെ ജീവിതം ഹാപ്പിയാണ്, ഇനി അടുത്തൊരു റമദാൻ വരെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്ന് ചിന്തിക്കലല്ല. മറിച്ച് പടച്ചവനെ, ഞാൻ ഈ ചെയ്ത നന്മകൾ എനിക്ക് നന്മകളാണെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തതൊക്കെ സുഹൃതങ്ങളാണെന്ന് എനിക്ക് തോന്നി, പക്ഷേ എന്റെ ഉടമസ്ഥനായ അള്ളാഹു ഇത് സ്വീകരിച്ചില്ല എങ്കിൽ ഇതൊക്കെ വെറുതെയാകുമല്ലോ എന്നുള്ളൊരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്ന ചില ആളുകൾ, അവർ കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പേടിയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള പേടിയാണ്. ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? ഇവിടെ നൽകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുന്നവരാണ്, അവർ അവരുടെ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള പേടിയുള്ളവരാണ്. ഇത് മദ്യപിക്കുന്ന ആളുകളാണോ? ഇത് ചീട്ട് കളിച്ച് നടക്കുന്നവരാണോ? തിന്മയിൽ ജീവിക്കുന്നവരാണോ? അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുന്ന കാര്യമാണോ നബിയേ ഇത് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇതങ്ങനെ തിന്മയിലായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല ഈ ആയത്ത്. പാപങ്ങൾ ചെയ്തിട്ട് പേടിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതല്ല, മറിച്ച് നന്മ ചെയ്തിട്ട് അവർ അള്ളാഹുവിനോടുള്ള പേടിയാണ്. അഥവാ അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ അവർ ചെയ്തു, അള്ളാഹു തആല ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ അവർ ഉപേക്ഷിച്ചു, അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്തു, അവർ നോമ്പെടുത്തു, നിസ്കരിച്ചു, ഇബാദത്ത് ചെയ്തു. അപ്പോഴും അവ ഖുലൂബുഹും അവരുടെ ഹൃദയത്തിൽ പേടിയുണ്ടായി. അവർ നാളെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ, അള്ളാഹുവിന്റെ കോടതി മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഈ നന്മകളൊക്കെ അവർക്ക് കാണാൻ കഴിയുമോ? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇവരാണ് നന്മയിൽ ധൃതിയാകുന്നവർ. അവരാണ് നന്മയിൽ മുൻകടന്നെത്തുന്നവർ. അല്ലാതെ ഞാൻ ചെയ്തതൊക്കെ മതി, അത് സമാധാനമായി, അല്ലാഹ് സ്വീകരിച്ചു, ഞാൻ ധന്യനായി, എനിക്കെല്ലാം ലഭിച്ചു എന്ന ചിന്തയല്ല. എന്തൊക്കെ ചെയ്യുമ്പോഴും റബ്ബേ, അല്ലാഹു സ്വീകരിച്ചോ എന്നുള്ള പേടി. അല്ലാഹ് എന്നിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടോ? അല്ലാഹു എന്നിലേക്ക് ഞാൻ ചെയ്ത സുഹൃത്തുക്കളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത ഒരു മുഅ്മിനിന് ആവശ്യമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് 7:30 നിസ്കാരം ആരംഭിക്കണം. അപ്പൊ ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 14 മിനിറ്റ് ഉള്ള. അപ്പൊ ഇതിനിടയിൽ എല്ലാവരും ഇൻഷാല്ലാ, എല്ലാ സഹോദരങ്ങളും ഇവിടെ നിസ്കരിക്കേണ്ടവർ വേഗം തന്നെ എത്തുക. ഇന്ന് ജുമയും കൂടിയാണല്ലോ. അപ്പം നമ്മളാ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബന്ധുക്കളെ വീടുകൾ സന്ദർശനം, മറ്റു കാര്യം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ജുമയ്ക്ക് എത്തേണ്ടതാണ്. ഇൻഷാല്ലാ ജുമ ഇന്ന് നമുക്ക് ബാങ്ക് വിളിച്ച ഉടനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുത്ബ ഉണ്ടാവും, ഖുത്ബ ഓതി നിസ്കാരം കഴിയും. അപ്പൊ ഇന്ന് പ്രഭാഷണവും മറ്റ് പ്രത്യേക ദുആയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇൻഷാല്ലാ രാവിലെ നടക്കുന്നതിന്റെ പേരിൽ
ജുമ്മക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഖുത്ബ ഓതി ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച് പിരിയും. അപ്പൊ എല്ലാവരും വേഗത്തിലെത്തി അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെ പെരുന്നാളിൽ നമ്മൾ ഈ മഹനീയമായ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ട, നമ്മൾ വിചിന്തനം നടത്തേണ്ട ചിലതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ ഉമ്മത്ത് ഒരുമയുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന്റെ വിജയം ഒരുമയിലാണ്. ഈ ഉമ്മത്തിന്റെ എല്ലാ നന്മകളും സംഘടിക്കുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സംഘടിച്ചതും ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടിയതും നമ്മൾ പ്രിയപ്പെട്ടവർ കണ്ട് പരസ്പരം കൈകൊടുത്ത് സന്തോഷത്തോടെ മുസാഫഹത്ത് ചെയ്യുന്നതൊക്കെയും ഒരുമയുടെ ഭാഗമാണ്. ഇത് ഉമ്മത്തിന് പെരുന്നാളിന്റെ ദിവസം മാത്രം ഉണ്ടാകേണ്ടതല്ല. ജീവിതത്തിൽ എന്നും ഈ ഒരുമയുടെ ബോധമുണ്ടാകണം, ഈ ഉമ്മത്തി ബോധമുണ്ടാകണം, ഈ സമുദായത്തിന്റെ ബോധമുണ്ടാകണം. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. ഒരു ശരീരം പോലെ ഉമ്മത്തായി മാറണം. പരിശുദ്ധ റസൂൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ പല ശരീരങ്ങളായി കാണാനല്ല. സൃഷ്ടിപ്പിൽ ഫിസിക്കലി നമ്മൾ പല ശരീരങ്ങളാണെങ്കിലും നമ്മൾ ഒരൊറ്റ ശരീരമായി കാണാനാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് തിരുനബി ഇങ്ങനെ പറഞ്ഞത്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതിബിഹിം കജസദിൻ വാഹിദ്. സത്യവിശ്വാസികൾ പരസ്പര സ്നേഹത്തിൽ, പരസ്പര ആർദ്രതയിൽ, പരസ്പര അനുകമ്പയിൽ, ദയയിലൊക്കെയും കജസദിൻ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. ഈ ഒരു കാഴ്ചപ്പാട് ലോകത്ത് വേറെ എവിടെ ഉണ്ടാകും? മുസ്ലിം ഉമ്മത്തിലല്ലാതെ. നിങ്ങൾ പല ശരീരങ്ങളല്ല, നിങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാ. എന്താണ് ഒരു ശരീരമാകുന്നതിന്റെ പ്രത്യേകത? ഒരൊറ്റ ശരീരത്തിലെ ഒരാളിന്റെ ഒരു കണ്ണിനൊരു വേദന ഉണ്ടായാൽ, അസ്വസ്ഥത ഉണ്ടായാൽ, ആ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും കണ്ണിന് മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെ ആ ബുദ്ധിമുട്ട് ബാധിക്കും. അവന്റെ കൈകൾക്കും അതിന്റെ പ്രയാസമുണ്ടാകും, അവന്റെ തലയ്ക്ക് മുഴുവനും അതിന്റെ പ്രയാസമുണ്ടാകും. ഇതുപോലെ ലോകത്തുള്ള ഏതൊരു സത്യവിശ്വാസി ആകട്ടെ, അത് ഫലസ്തീനിലെ മക്കളാകട്ടെ, ലബനാനിലെ മക്കളാകട്ടെ, സിറിയയിലെ മക്കളാകട്ടെ, സൗദിയിലെ മക്കളാകട്ടെ, ഇന്ത്യയിലവരാകട്ടെ, എല്ലാവരും ഒരൊറ്റ ശരീരം പോലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തുള്ള ഏതൊരു സത്യവിശ്വാസിക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കണം. ലോകത്തുള്ള ഏതൊരു സത്യവിശ്വാസിയുടെയും പ്രയാസം എന്റെ പ്രയാസമായി മാറണം. ലോകത്തുള്ള ഏതൊരു മുഅ്മിനിന്റെയും സന്തോഷം എന്റെ സന്തോഷമായി മാറണം. അതാണ് ഉമ്മത്തിന്റെ ഒരുമ. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും ഒരേ ശരീരം പോലെ കാണാനാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു അത് ജീവിതത്തിൽ പകർത്താൻ, എന്നും ഉമ്മത്തി ബോധം, ഒരുമയുടെ ബോധം നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീറൊക്കെ ഒന്ന് ശക്തിയിലാവട്ടെ. എല്ലാ ശക്തിയും പോയിരിക്കുകയാണ് അല്ലേ? ആഗോള തലത്തിൽ എല്ലാ ശക്തിയും അടിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ശബ്ദം തക്ബീറില്ലെങ്കിൽ, വിജയത്തിന്റെ തക്ബീറില്ലെങ്കിൽ ഒന്ന് വരട്ടെ. നമ്മൾ ഇങ്ങനെ അണഞ്ഞു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി ഈ തക്ബീറില്ലെങ്കിൽ ഒന്ന് കാണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇവിടെ സംഗമിക്കുമ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്ത് സമുദായ ജനങ്ങൾ മുഴുവനും, വിശിഷ്യ മുസ്ലിമീങ്ങൾ ആശങ്കയോടെ ജീവിക്കുന്ന ഒരു ഘട്ടമാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ വല്ലാത്ത പേടിയാണ്, വല്ലാത്ത ആശങ്കയാണ്. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം, ഇസ്രായേലും അമേരിക്കയും കൈകോർത്തുകൊണ്ട് ഇറാനിനെ ആക്രമിക്കുന്ന ഈ ഒരു അവസ്ഥ നീണ്ടുപോയാൽ ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പശ്ചിമേഷ്യയിൽ അതൊക്കെ അവിടെ വെക്കുക, സംസാരിക്കുന്നു, ശ്രദ്ധ മാറ്റില്ലേ?
ഈ പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ എന്നുള്ളൊരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രാർത്ഥനയുടെ ദിവസമാക്കി മാറണം. നമുക്ക് ദുആ ചെയ്യാനല്ലാതെ ഒന്നും കഴിയാത്തൊരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കണം. ഈ മുസ്ലിം ഉമ്മത്തിന് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ, എന്തെല്ലാം പരാജയങ്ങൾ വന്നിട്ടുണ്ടോ, അത് മുഴുവനും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ നമ്മൾ അകന്നുപോയി. സൃഷ്ടികളുമായി നമ്മളുടെ ഖൽബിനെ ബന്ധിപ്പിച്ചു. അഥവാ അമേരിക്കയെ കൊണ്ട് എന്റെ കാര്യങ്ങൾ നടക്കും, ഇസ്രായേലിനെ കൊണ്ട് എന്റെ കാര്യങ്ങൾ നടക്കും, മറ്റുള്ളവരെ കൊണ്ട് എന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് സ്വയം ചിന്തിച്ചിട്ട് അവരുടെ അടിമത്തത്വം ഈ മുസ്ലിം ഉമ്മത്ത് പ്രഖ്യാപിച്ചു പോയി. അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് അകന്നുപോയി. ഖൽബിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം സൃഷ്ടികളുമായി ബന്ധിപ്പിച്ചു. അതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് ചിന്തിച്ചൊന്നിക്കും പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് ഇതൊന്നും അള്ളാഹു അറിയാതെ ഇറാൻ യുദ്ധം നടക്കില്ല, അള്ളാഹു അറിയാതെ ഇറാഖ് നശിക്കില്ല, അള്ളാഹു അറിയാതെ അഫ്ഗാൻ നശിക്കില്ല, അള്ളാഹു അറിയാതെ യുഎഇയിലാകട്ടെ ഖത്തറിലാകട്ടെ ഒരു മുണ്ടിലും ഒരു ഡ്രോണും പതിക്കുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൽബിനെ അള്ളാഹുവിൽ നിന്ന് മുറിച്ചപ്പോൾ, നിങ്ങളുടെ കാര്യങ്ങൾ സൃഷ്ടികളിലൂടെ നടക്കുമെന്ന് വിചാരിച്ചപ്പോൾ, ബദറിൽ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് ഇറങ്ങിയ സഹാബത്തിനെ സഹായിച്ച അള്ളാഹ്, ഉഹുദിൽ അള്ളാഹുവിന്റെ സഹായത്തിനപ്പുറം തങ്ങളുടെ മാൻ പവറിൽ വിശ്വസിച്ചപ്പോൾ പരീക്ഷണം കൊടുത്ത അള്ളാഹ് ഈ ഉമ്മത്തിനെയും പരീക്ഷിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ അള്ളാഹുവിലേക്ക് ചേർക്കലാണ്. ഈ മുസ്ലിം ഉമ്മത്ത് ഒരുമയോടെ നിന്നുകൊണ്ട്, ഐക്യത്തോടെ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരല്ല ഈ ഉമ്മത്താണ്. ഇതിന്റെ ഇടയിൽ എന്തൊക്കെ അനൈക്യതകൾ ഉണ്ടെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്ന് ശത്രുവിനെ പ്രതിരോധിക്കും, ശത്രുവിനോട് പോരാടും, അനീതിയോട് പോരാടും, അസമത്വത്തോട് പോരാടും. മുസ്ലിം ഉമ്മത്തിന്റെ അനൈക്യതയും ചിന്തനതയും അത് മറ്റുള്ളവർക്ക് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള ഒരു ആയുധമായി മാറ്റാൻ പാടില്ല. ലോകത്ത് നടക്കുന്നതാ മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഷിയ സുന്നി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിച്ചിട്ട് അവരെ നശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കാണുന്ന അമേരിക്കയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ മുന്നിൽ അവർക്ക് ഷിയ എന്നില്ല, സുന്നി എന്നില്ല. അവർക്ക് ഒരൊറ്റ വാക്കാണ് മുസ്ലിം ഉമ്മത്തിന് ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യുക, ഈ മുസ്ലിം ഉമ്മത്തിന് ഇവിടെ വിഭാടനം ചെയ്യുക. അതിനുവേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമയോടെ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത്, അസമത്വത്തിനെതിരെ പോരാടേണ്ടത്. ഏത് തിന്മ കണ്ടാലും മിണ്ടാതിരിക്കുന്നത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. ഏത് തിന്മക്കെതിരെയും അവനെ കഴിയുന്ന നിലയിൽ പോരാടല് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതിൽ ഏറ്റവും പ്രധാന സത്താവായ അള്ളാഹുവിനോട് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ അള്ളാഹുമായിട്ട് ബന്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു പ്രതിജ്ഞയുടെ ദിവസമായി ഈ സന്തോഷത്തിന്റെ പെരുന്നാളിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുസ്ലിം ഉമ്മത്തിനെതിരെ നടക്കുന്ന പീഡനങ്ങൾ, ആക്രമണങ്ങൾ ഈ വിശുദ്ധമായ റമളാനിൽ നിങ്ങൾ മാധ്യമങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുള്ളവരാണ്. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എത്രയോ പാവങ്ങളെ മുസ്ലിമായതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്, കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇറാനിന്റെ മണ്ണിൽ, നമ്മൾ ഫലസ്തീനിന്റെ മണ്ണിൽ, ലെബനാനിൽ, സിറിയയിൽ ഇന്നും നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇസ്ലാമിന്റെ പേരിലാണ്, മുസ്ലിമായി പോയതിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകത്ത് കഴിയും നമ്മളുടെ പ്രിയപ്പെട്ടവർ വലിയ ആശങ്കയിലും പ്രയാസങ്ങളിലും ഒക്കെയാണ്. ഇന്നലെയും അവർ പുറത്തിറങ്ങുമ്പോൾ എത്രയോ ഡ്രോണുകൾ അവരുടെ മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ട്. വലിയ പ്രയാസത്തിൽ അനുഭവിക്കുമ്പോൾ നമുക്കൊക്കെ ഇതിന്റെ പരിഹാരം നമ്മൾ ഒരുമിച്ച് കൂടി സന്തോഷങ്ങളും നമ്മൾ പരസ്പരമുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതിനോടൊപ്പം തന്നെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി ദുആ ചെയ്യണം. പടച്ചവനെ, ഈ തന്ന സന്തോഷം എത്ര നാൾ നമുക്കുണ്ടാകുമെന്നറിയില്ല. ഈ കിട്ടിയ സൗകര്യങ്ങൾ, ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, അതൊന്നും നീങ്ങിപ്പോകാതിരിക്കാൻ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നിൽക്കുന്ന നമ്മുടെ പ്രിയ
പ്രിയപ്പെട്ടവർ അവിടെ നടത്തുന്ന സ്ഥാപനങ്ങൾ, അവർ ജോലി ചെയ്യുന്ന കമ്പനികൾ, അവരുടെ ബിസിനസ് സംരംഭങ്ങൾ ഒരു കോറലും ഏൽക്കാതെ, ഒരു മങ്ങലും ഏൽക്കാതെ നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക്, പച്ചപ്പിന്, പ്രകാശത്തിന്, പ്രവാസ ലോകത്തെ എല്ലാ നന്മകളും പുരോഗതിയിലൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇതിന്റെ പവിത്രത കളഞ്ഞു കുളിക്കാതെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം ഏറ്റുവാങ്ങാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയിൽ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കൽ. പെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സന്തോഷമാണ് ഒരു സത്യവിശ്വാസിക്ക് നമുക്കറിയാം കുടുംബ ബന്ധങ്ങളെ ചേർക്കുക എന്നുള്ളത്. അത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി മുറുകെ പിടിക്കണം. ആരെങ്കിലും സഹകരണമുണ്ടെങ്കിൽ, ആരെങ്കിലും തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ, കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ദിവസം അതെല്ലാം മറന്നു വെച്ചുകൊണ്ട് ചെല്ലാത്ത വീടുകളിലേക്ക് ചെല്ലണം, കാണാത്തവരെ കാണണം, കൈ കൊടുക്കാത്തവർക്ക് കൈ കൊടുക്കണം, മിണ്ടാത്തവരോട് മിണ്ടണം, സ്നേഹിക്കാത്തവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. വെറുപ്പുകളെല്ലാം മാറ്റി. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ആരോടൊക്കെ സഹകരിച്ചില്ലയോ അവരോട് ഇന്നും സഹകരിക്കാതിരുന്നാൽ എനിക്കെന്ത് പെരുന്നാള്. ഇന്നലെ വരെ മിണ്ടാത്തവരോട് ഞാൻ ഇന്നും മിണ്ടാതിരുന്നാൽ എനിക്കെന്ത് പെരുന്നാള്. ഇന്നലകളിലേക്ക് ഞാൻ കയറി ചെല്ലാത്ത വീട്ടിലേക്ക് ഈ പെരുന്നാളായിട്ടും കയറി ചെന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. കുടുംബ വഴക്കൽ ഉണ്ടാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം. അതൊക്കെയും വെച്ച് മനസ്സിൽ വെച്ചിട്ട് ഇന്നും ആ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കാതെ ആ ഒരു വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പെരുന്നാളിൽ എന്ത് സന്തോഷം, നമ്മളുടെ പെരുന്നാളിൽ എന്താണ് ആനന്ദമുണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് സന്തോഷം പരിപൂർണമാകണമെങ്കിൽ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കണം. എപ്പോഴും കുടുംബ ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷ്മമായി നമ്മൾ നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ഒരു ദിവസമായി ഈ ദിവസത്തെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് എല്ലാവരും സഫ് കെട്ടി പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം. ആദ്യമായി നിയ്യത്ത്. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് ഓതിയതിനു ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലും. ഇമാമിന്റെ തക്ബീറിന് ശേഷം എല്ലാവരും തക്ബീർ ചൊല്ലുക. ഓരോ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. 7 തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി. കഴിഞ്ഞ 2ാമത്തെ റക്അത്തിൽ ഇതുപോലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തക്ബീറുകൾ ഉണ്ടാകും. അതിനുശേഷം നമ്മൾ നിസ്കാരം പൂർത്തിയാക്കി നിസ്കാരത്തിന്റെ ഭാഗമായ ഖുത്ബയും കേട്ട് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രഭാഷണത്തിൽ നിഴലിച്ച് ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന നമ്മളുടെ ഏറ്റവും വലിയ ആയുധമാണ്. നമുക്ക് വേണ്ടി, ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി, വിശിഷ്യ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വേണ്ടി, ഗൾഫ് രാജ്യങ്ങളുടെ നിർഭയത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, അങ്ങ് കാതങ്ങളകലെ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതമായി സന്തോഷത്തോടുകൂടി അവരുടെ ജോലികളിൽ, ഉപജീവന മാർഗങ്ങളിൽ വ്യാപൃതരാകുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ നാടിന്റെ സമൃദ്ധിയും നാടിന്റെ ഐശ്വര്യവും നാടിന്റെ പച്ചപ്പുമൊക്കെയും ഇതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ നാളുകളിൽ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഖുത്ബ കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതിനോടൊപ്പം ഈ സന്തോഷത്തിന്റെ വേളയിൽ നമ്മുടെ ദുആക്ക് വേണ്ടി കാത്ത് ഖബറുകളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദുആ ചെയ്യുന്നതിനപ്പുറം നമ്മൾ കൂട്ടമായിട്ട് റബ്ബിനോട് കാര്യമായി ദുആ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ട ദിവസവും കൂടിയാണ് ഇൻഷാ അല്ലാഹ്. ആ ദുആയും കൂടി കഴിഞ്ഞ് പരസ്പരം മുസാഫഹത്ത് ചെയ്ത് സന്തോഷത്തോടുകൂടി ഇന്ന് പിരിയുകയും, ഇന്ന് നമ്മൾ അറിയാം ഈ നിസ്കരിക്കുന്ന നിസ്കാരം ഫർളാണോ സുന്നത്താണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? സുന്നത്താണ് അല്ലെ? എന്താണ്? സുന്നത്ത്. പക്ഷെ ഇന്നത്തെ ദിവസം ഫർളായ ഒരു നിസ്കാരം ഉണ്ട്, ജുമ്മ. അപ്പോൾ പെരുന്നാളിന്റെ പേരിൽ ഒരാളിന്റെ ജുമ്മ പോലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഈ നിസ്കാരം ഒഴിവായാലും അല്ലാഹു നാളെ ആഖിറത്തിൽ ചോദിക്കില്ല. പക്ഷെ ജുമ്മ ഒഴിവാക്കി കഴിഞ്ഞാൽ
റബ്ബിന്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഗൗരവമാണ്. ഇന്ന് പെരുന്നാളായതിന്റെ പേരിൽ ഒരാളിന്റെ ജുമ്മാ നിസ്കാരവും മുടങ്ങാൻ പാടില്ല. കൃത്യമായി എല്ലാവരും ജുമ്മാ നിസ്കാരത്തിൽ പങ്കെടുക്കണം. അല്ലാഹു തആല എന്താണോ നിർബന്ധമാക്കിയത് അത് നിർബന്ധമായി കാണുക. അള്ളാഹ് അനുവദിച്ചത് കാണുക. നമ്മളുടെ സാഹചര്യത്തിനൊത്തോ നമ്മളുടെ അവസ്ഥകൾക്കൊത്തോ മുറിക്കാൻ പറ്റുന്ന ചെരുപ്പിനൊത്ത് മുറിക്കാൻ പറ്റുന്ന കാലുകളല്ല ദീന്. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ് ദീന്. അതാണ് നമ്മൾ ഒരു മാസത്തെ ഇബാദത്തിലൂടെ നേടിയെടുത്തത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കിട്ടിയ തഖ്വ, ഈ കിട്ടിയ ജീവിതത്തിന്റെ സൂക്ഷ്മതയും ചിട്ടയും മരണം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്വാലിഹീങ്ങളുടെ റമളാൻ ഒരു വർഷമാണെന്ന് മഹാന്മാർ പറയാറുണ്ട്. സ്വാലിഹീങ്ങളുടെ നല്ലവരുടെ റമളാൻ ഒരു മാസമാണ്. അഥവാ റമളാൻ എത്തുന്നതിന് മുമ്പേ 6 മാസം അവർ കരഞ്ഞ് ദുആ ചെയ്യും റബ്ബിനോട്, അല്ലാഹുവേ നീ റമളാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസമോ അവർ കരഞ്ഞ് ദുആ ചെയ്യും റബ്ബിനോട്, അല്ലാഹുവേ റമളാൻ നീ സ്വീകരിക്കണേ എന്ന്. അപ്പോൾ ഒരു വർഷം മുഴുവനും സത്യവിശ്വാസികൾക്ക് റമളാൻ തന്നെയാണ്. മാത്രമല്ല നിന്റെ ജീവിതകാലം മുഴുവനും നീ റമളാനായി കണ്ട് സൂക്ഷ്മതയോടെ ജീവിച്ചാൽ പെരുന്നാൾ പോലെ നിനക്ക് മരണത്തെ വരിക്കാൻ കഴിയുമെന്ന് അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. പ്രിയമുള്ളവരെ, റമളാൻ കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിക്കുന്ന എല്ലാ നന്മകളുടെ അധ്യായങ്ങളും മടക്കി വെച്ച് തിന്മയുടെ പുസ്തകങ്ങൾ തുറക്കുന്ന ഒരു സാഹചര്യം നമ്മളിൽ ആരിലും ഉണ്ടാകരുത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കടക്കുക.